മുതിർന്ന CPM നേതാവ് ജി സുധാകരന് മറുപടിയുമായി കേരള സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് രംഗത്ത് വന്നു. തനിക്ക് അർഹതപ്പെട്ട പെൻഷനാണ് ലഭിക്കുന്നത്. തനിക്കുള്ളത് 1 ലക്ഷം രൂപയുടെ ഓണറേറിയം. പ്രതിമാസം 30 ലക്ഷം രൂപ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം രൂപ ജി സുധാകരന് തിരികെ കൊടുക്കാമെന്നും കെ.വി. തോമസ് 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് ഫ്രം ഡൽഹി. ഞാൻ CPM മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. ആ മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളത് നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. അത് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ എന്നെ ഡൽഹിയിൽ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക അത് പൊളിറ്റിക്കൽ ഡിസിഷനായിരുന്നു. അല്ലാതെ ജോലി കൊടുത്തതല്ല. ഞാനിവിടെ എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും കൃത്യമായി ഗവൺമെൻറ് പറയുന്നത് പോലെ തന്നെ ചെയ്യുന്നത്. ഇന്ന് പറഞ്ഞ ഈ അലിഗേഷൻ 30 ലക്ഷം രൂപ മാസം കിട്ടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്. എൻ്റെ ഓണറേറിയം ഒരു മാസമുള്ളത് 1 ലക്ഷം രൂപയാണ്. അതിനപ്പുറത്ത് എനിക്ക് ശമ്പളമില്ല. ഞാൻ 9 വർഷക്കാലം MLA ആയിരുന്നു. അതിന് പെൻഷനുണ്ട്. അദ്ദേഹത്തിന് പോലെ എനിക്കും കിട്ടുന്നുണ്ട്. ഞാൻ MP ആയിരുന്നു 22. ഇതെല്ലാം വെച്ചൊരു പെൻഷനാണ് എനിക്കുള്ളത്. എനിക്ക് അർഹതപ്പെട്ട കാര്യം ഇതെല്ലാം കൂടി വന്നാൽ പോലും എനിക്കൊരു 2.5-2 ലക്ഷം രൂപയുള്ളൂ ഉള്ളത് ഇപ്പോൾ. അത് ഒത്തിരി ചിലവുകളുണ്ട്. അതാണ് എനിക്ക് വന്നത്. അല്ല, എനിക്ക് 30 ലക്ഷം രൂപ കിട്ടുന്നു എന്ന് അദ്ദേഹം ആര് പറഞ്ഞു കൊടുത്തത്? അങ്ങനെ കിട്ടുന്നു അത് തെളിയിച്ചാൽ ഞാനതിന് 25 അങ്ങനെ കൊടുക്കാം. ഡൽഹിയിൽ നിന്ന് അച്യുതൻ തത്സമയം ചേരുന്നു. അച്യുതൻ, തോമസ് മാഷിന് ഓർക്കാപ്പുറത്ത് വന്ന വിമർശനമാണ് ജി സുധാകരൻ്റേത്. അപ്പോൾ എന്തൊക്കെയാണ് യഥാർത്ഥ വസ്തുതയെ അദ്ദേഹം പറയുന്നത്? SK നിന്ന് 2 പേരാണ് കെ.വി. തോമസിനെതിരെ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഒന്ന് NK പ്രേമചന്ദ്രനും, 2 CPMൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരനുമാണ്. NK പ്രേമചന്ദ്രൻ്റേത് ഒരു പ്രതിപക്ഷ വിമർശനമായി കണക്കിലെടുത്താൽ പക്ഷേ CPM നേതാവ് ജി സുധാകരൻ്റേത് അങ്ങനെ കാണാൻ കഴിയില്ല. എന്തായാലും ജി സുധാകരൻ ഉന്നയിച്ചത് മാസം 10-30 ലക്ഷം കെ.വി. തോമസിന് ലഭിക്കുന്നുണ്ട്. അത് അതായത് MLA പെൻഷൻ, MP പെൻഷൻ, അതുപോലെ അധ്യാപക പെൻഷൻ എന്ന രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഈ 10-30 ലക്ഷം അദ്ദേഹം പുഴുങ്ങി തിന്നുവാണോ എന്നൊരു പരിഹാസത്തോടു കൂടിയുള്ള വിമർശനമാണ് ജി സുധാകരൻ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിലാണ് കെ.വി. തോമസ് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ ഓണറേറിയം മാത്രമാണ് ലഭിക്കുന്നത്. തനിക്ക് വേണമെങ്കിൽ ശമ്പളം ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെയെങ്കിൽ 4-5 ലക്ഷം രൂപ തനിക്ക് ആ രീതിയിൽ ലഭിക്കുമായിരുന്നു. പക്ഷേ താൻ ആവശ്യപ്പെട്ടത് ഓണറേറിയം മാത്രമാണ്. ഇതിന് മുൻപിരുന്ന സമ്പത്തിന് നൽകിയ ആനുകൂല്യങ്ങൾ മാത്രമേ താനും ചോദിച്ചുള്ളൂ, തനിക്ക് നൽകാൻ ചോദിച്ചുള്ളൂ. അതിൽ കൂടുതലൊന്നും താൻ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ജി സുധാകരനും പെൻഷൻ ലഭിക്കുന്നുണ്ട്. അത് അദ്ദേഹം പുഴുങ്ങി തിന്നുവാണോ എന്ന പരിഹാസവും കെ.വി. തോമസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അധികമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പണമോ ഒന്നും താൻ ആവശ്യപ്പെടുന്നില്ല. തൻ്റെ പ്രവർത്തനത്തിൽ കേരള സർക്കാർ സംതൃപ്തരാണ് എന്നതും കെ.വി. തോമസ് ഈ പരിഹാസങ്ങൾ അല്ലെങ്കിൽ ഈ വിമർശനങ്ങൾക്ക് മറുപടിയായി പറയുന്നുണ്ട്. തൻ്റെ യാത്രാ ചെലവ് സംബന്ധിച്ച കാര്യങ്ങളിലും ചില വിശദീകരണം നടത്തുന്നു. അതിൽ പറയുന്നത് ഈ വന്ന 11 ലക്ഷം എന്ന് പറയുന്ന യാത്രാ ചെലവ് അത് തൻ്റെ മാത്രമല്ല, അത് റെസിഡൻറ്റ് കമ്മീഷണർ കൂടെ ആണ് എന്നതാണ് താൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു വിശദീകരണം കേരള ഹൗസിൻ്റെ റെസിഡൻറ്റ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിനും പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് റെസിഡൻറ്റ് കമ്മീഷണർ കൂടെ ആകാം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, താൻ കോൺഗ്രസ്സുകാരനാണ്, താൻ CPM അംഗത്വം സ്വീകരിച്ചിട്ടില്ല, കൊല്ലത്തെ സമ്മേളനത്തിലും താൻ പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ ഉയർന്ന വിമർശനങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് ഈ പറഞ്ഞതുപോലുള്ള ഒരു പാഴ്ചലവല്ല, തൻ്റെ നിയമനം എന്ന രീതിയിലാണ് കെ.വി. തോമസ് ഈ വിമർശനങ്ങളോട് പ്രതികരിക്കുന്നത്. SK.